പ്രകാശോത്സവമായ ദീപാവലിയുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ കഥ പാണ്ഡവരുടെ തിരിച്ചുവരവാണ്. പാണ്ഡു മഹാരാജാവിന്റെ 5 ധീരന്മാരായ പുത്രന്മാരായിരുന്നു പാണ്ഡവർ. ചൂതാട്ടത്തിൽ തോറ്റതിന്റെ ഫലമായി 12 വർഷത്തെ വനവാസം അനുഭവിക്കേണ്ടി വന്നു. കഷ്ടപ്പാടുകളും വേദനകളും നിറഞ്ഞ ആ കാലം കഴിഞ്ഞ് പാണ്ഡവർ ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി. ജനങ്ങൾ അവരുടെ പ്രിയപ്പെട്ട രാജാക്കളെ കാണാൻ കൂട്ടം കൂടി. വീടുകൾ അലങ്കരിച്ചു, വഴികളിൽ വിളക്കുകൾ കൊളുത്തി. അങ്ങനെ അന്നേ ദിവസം ആ നാടു മുഴുവൻ പ്രകാശത്തിൽ മുങ്ങി. അത് വെറും ഒരു മടങ്ങിവരവല്ലായിരുന്നു, ധർമ്മം, സഹനം, വിശ്വാസം എന്നിവയുടെ ജയമായിരുന്നു. ധർമ്മത്തിന്റെ വിജയമാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. ജീവിതം എത്ര കഠിനമായാലും സത്യവും സഹനവും ഒരിക്കലും തോൽക്കില്ല എന്ന വലിയ ഒരു പാഠമാണ് ഈ കഥയിലൂടെ നാം പഠിക്കുന്നത്. ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വനവാസത്തിലൂടെ കടന്നുപോകും. ദുഃഖത്തിന്റെ, പ്രതിസന്ധിയുടെ, പരീക്ഷണത്തിന്റെ കാലം. പക്ഷേ വിശ്വാസവും സത്യവും കൈവിടാതെ മുന്നോട്ടു നീങ്ങുന്നവർക്ക് ഒടുവിൽ ഒരു ദീപാവലി വരും. അതെ, ഇരുട്ടുമാറി മനസ്സിൽ പ്രകാശം നിറയുന്ന ദിനം. ദീപാവലിയുമായി ബന്ധപ്പെട്ട 5 കഥകളുടെയും സന്ദേശം ഒന്നു തന്നെയാണ്. തിന്മ എത്ര ശക്തമായാലും നന്മ അതിനെ തോൽപ്പിക്കും. ഇരുട്ട് എത്ര കനത്താലും പ്രകാശം അതിനെ നീക്കം ചെയ്യും. ധർമ്മം എപ്പോഴും അധർമ്മത്തെ ജയിക്കും. നാളെ ദീപാവലി ദിനമാണ്. ഈ ദീപാവലി ദിനത്തിൽ വിളക്കുകൾ തെളിയിക്കുന്നതിലൂടെ എല്ലാവരുടെ മനസ്സിൽ നിന്നും ദുഃഖവും ഇരുട്ടും ഒക്കെ അകന്ന് സന്തോഷവും പ്രകാശവും ഒക്കെ തെളിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ.